മാതൃഭാഷയെ നമ്മെ ചേർത്ത് നിർത്തുന്നു. കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ സ്വന്തം ഭാഷയായ മാതൃഭാഷയെ തന്നെയാണ്. മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ചിരുന്നു. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല, ഭാവനയും കൂടിയുണ്ട്. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും, നിലാവെന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്ന മാതൃഭാഷയാണ്. പറഞ്ഞുകൊണ്ട് ഞാൻ മാതൃഭാഷയെ പറ്റിയുള്ള വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.